ഇവിടെ രണ്ട് കള്ളന്മാർ ഒരു മെഡിക്കൽ ഷോപ്പിന്റെ ഓണറെ ഷൂട്ട് ചെയ്ത് കൊന്ന് പൈസ അടിച്ചു മാറ്റിയതും ഈ കാര്യം കാണാനിടെ ഒരു പോലീസ് ഓഫീസർ ഇവരെ ഫോളോ ചെയ്ത് വരുന്നു. അവർ എത്രയൊക്കെ ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ടും ഓഫീസർ അവരെ വിടാതെ ഫോളോ ചെയ്ത് വരുന്നത് കണ്ട് വേറെ നിവർത്തിയൊന്നുമില്ലാതെ കള്ളന്മാർ സ്കൂൾ ഗ്രൗണ്ടിലുണ്ടായിരുന്ന ഒരു ടീച്ചറെ പൊക്കിയെടുത്ത് നേരെ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് പോകുന്നു. ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് കയറിയതും അവിടെ മറ്റു കുട്ടികളും ഇരിക്കുന്നത് കണ്ട് മനസ്സിൽ ഇവരെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് രക്ഷപ്പെടാമെന്ന ഐഡിയ എല്ലാം തോന്നുന്നു. ദുഷ്ടന്മാരായ കള്ളൻ ആ ടീച്ചറിന്റെ അടുത്ത് പോലീസുകാരെ വിളിച്ച് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയെല്ലാം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞതും ടീച്ചർ ആദ്യമൊക്കെ കൂട്ടാക്കാതെ നിൽക്കുന്നത് കണ്ട് അവർ കുട്ടികളെ മുമ്പിൽ വെച്ച് ടീച്ചറിന്റെ അടുത്ത് മോശമായി പെരുമാറാൻ വേണ്ടി നോക്കിയതും ഇത് കണ്ട് പേടിച്ച ടീച്ചർ വേഗം തന്നെ അവർ പറഞ്ഞ കാര്യമെല്ലാം പോലീസുകാരെ വിളിച്ചറിയിക്കുന്നു. ന്യൂസ് എല്ലാം പുറത്ത് ഫ്ലാഷ് ആയതും ഉയർന്ന പോലീസ് ഓഫീസേഴ്സ് എല്ലാം സ്കൂളിന്റെ പുറത്ത് വന്ന് ടീച്ചർ വിളിച്ച കോൾ റെക്കോർഡിംഗ് എല്ലാം കേട്ടോണ്ടിരിക്കുന്ന സമയം അവിടേക്ക് വന്ന നമ്മുടെ നായകൻ താൻ ഈ കാര്യം സെറ്റിൽ ചെയ്തോളാമെന്ന് പറഞ്ഞ് നേരെ ആ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് കയറിപ്പോകുന്നു. നായകൻ ബുദ്ധിപൂർവ്വം ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയെ ആദ്യം തന്നെ ഷൂട്ട് ചെയ്ത് കൊന്ന ശേഷം കുട്ടികളുടെയും ടീച്ചറിന്റെയും അടുത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോകാനായി പറഞ്ഞതും ആ കൂട്ടത്തിൽ ഒരു കുട്ടി മിസ്സിംഗ് ആണ് എന്ന് മനസ്സിലായതും അവൻ ആ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് ആ പെൺകുട്ടി അന്വേഷിച്ച് നടക്കുന്ന സമയം പെട്ടെന്ന് ആ കള്ളൻ ആ പെൺകുട്ടിയുടെ തലയിൽ ഗണ്ണെല്ലാം പോയിന്റ് ചെയ്തുകൊണ്ട് അവന്റെ മുന്നിലേക്ക് വന്നതും നായകൻ ആ പെൺകുട്ടിക്ക് ഒരു സിഗ്നൽ കൊടുത്ത ഉടനെ അവൻ തന്റെ ഗണ്ണ് വെച്ച് ആ കള്ളനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു.